ഇപ്പോൾ ദിനം പ്രതി നൂറുകണക്കിന് ഇലീഗൽ ഇമിഗ്രൻസ് ആണ് തിരികെ ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. BSF കൃത്യമായിട്ട് ഇവരുടെ ഡോക്യുമെൻറ്റേഷനൊക്കെ എടുത്ത് ബയോമെട്രിക്സ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ അതിർത്തി രക്ഷാസേനയ്ക്ക് ഇവരെ കൈമാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നൂറുകണക്കിന് ആളുകൾ ദിവസവും ബോർഡർ കടന്ന് തിരികെ ബംഗ്ലാദേശിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ തന്നെ മുർഷിദാബാദ്, മാൾഡ, നാദിയ, നോർത്ത് 24 പർഗനാസ് തുടങ്ങിയ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് കൂടുതൽ ആളുകൾ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ഇതുവഴിയുള്ള ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് ഇവരുടെ തിരികെയുള്ള യാത്ര. അപ്പോൾ ഇതെന്തായാലും ഒരു വലിയ ഇമ്പാക്റ്റാണ് ബംഗാളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം മമതാ ബാനർജി കുറേ വർഷങ്ങളായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്തൊരു വോട്ട് ബാങ്കാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ്. ഇവർ പല ആളുകളും ഒരു 10-15 വർഷത്തിനിടയിൽ ബംഗാളിൽ വന്നു ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കുന്നവരാണ്. ഇതിൽ പല ആളുകൾക്കും ഔദ്യോഗിക രേഖകളൊക്കെ ഉണ്ട്, പല ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് മമതാ ബാനർജിയുടെ സോഷ്യൽ വെൽഫെയർ സ്കീംസിൻ്റെ ഗുണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്, ലക്ഷ്മി ഭണ്ഡാർ സ്കീം ഉൾപ്പെടെ. അപ്പോൾ ഇത്തരം ആളുകളാണ് ഇപ്പം ഭയം കാരണം നാട് വിടുന്നത്. കാരണം അവർക്കൊരു നല്ല ആശങ്കയുണ്ട്. കാരണം തങ്ങൾ എന്തായാലും പുറത്തു പോകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ആ രീതിയിൽ കൃത്യമായുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയം കാരണമാണ് പല ആളുകളും സ്വമേധയാ തന്നെ രാജ്യം വിടുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഇത് ബംഗാളിൽ ഒരു വലിയ നിർണായക ഘടകമായിട്ട് തന്നെ മാറും.